തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുകയാണ് ഇപ്പോൾ തത്സമയത്തിലേക്ക്. ഈ ഡബ്ല്യു റേറ്റിംഗ് ഉള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പലിശ സംബന്ധിച്ച് കൊട്ടേഷൻ വിളിച്ച് വേണം നിക്ഷേപം നടത്താൻ. ഇത് പൂർണ്ണമായിട്ട് പാലിക്കപ്പെട്ടിട്ടുണ്ട്. വി.ഡി. സതീശൻ പറയുന്നത് ഏത് കുഞ്ഞുകുട്ടിക്ക് അറിയായിരുന്നു പൊളിയാൻ പോകുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്രെഡിറ്റ് ഏജൻസികൾ AA മതി, AA+ റേറ്റിംഗ് ആണ് റിലയൻസ് കമേഴ്ഷ്യൽ നൽകിയത്. ആ റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ KFC മാത്രമല്ല, KFC നിക്ഷേപം നടത്തുന്ന 12,000 കോടി രൂപ അവിടെ നിക്ഷേപമായിട്ടുണ്ട്. അതിൻ്റെ എത്രയോ ചെറിയ ശതമാനമായിരിക്കും ഈ 60 കോടി രൂപ, 0.5% അത്ര. അപ്പോ എന്ന് മാത്രമല്ല, അതിൻ്റെ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ അന്ന് 17%. 17% ക്യാപിറ്റൽ അഡിക്വസി ഉണ്ടാവുക, 12,000 കോടി രൂപ നിക്ഷേപമായിട്ടുണ്ടാവുക, AA ക്രെഡിറ്റ് റേറ്റിംഗ് പ്ലസ് ഉണ്ടാവുക. അങ്ങനൊരു കമ്പനിയിൽ നിക്ഷേപം നടത്തുന്നത് എങ്ങനെയാ അഴിമതിയായിട്ട് മാറുന്നത്? 2015 മുതൽ ഈ കമ്പനി നഷ്ടത്തിലാണെന്ന കാര്യങ്ങൾ ഇല്ല, അതാണ് കണ്ടസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഹാജരാക്കട്ടെ. നിക്ഷേപം നടത്തുന്ന വർഷം, നല്ല വർഷം 250 കോടി രൂപയാണ് ഈ കമ്പനിയുടെ ലാഭം. സതീശൻ കുറച്ചുകൂടി പഠിക്കുന്നതല്ല. 2018 IL&FS അടക്കമുള്ള NBFCകൾ ഒന്നായിട്ട് തകരുകയും ആ വലിയ പ്രതിസന്ധി NBFCയിൽ വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് റിലയൻസ് കമേഴ്ഷ്യൽ ഈ പ്രതിസന്ധിയിലേക്ക് പോയി. അങ്ങനെ ഒരു പ്രതിസന്ധി വരും എന്ന് നിക്ഷേപം നടത്തുന്ന സമയത്ത് അത് മന്ത്രിയോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ അല്ല, അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്, അവർക്ക് അറിയാൻ പറ്റുമായിരുന്നു. എന്നാൽ ഈ പ്രതിസന്ധി വന്ന് NBFCയിൽ IL&FS അടക്കമുള്ള കമ്പനികൾ പൊളിയുന്ന നില വന്നപ്പോൾ ഇവരെയും ബാധിച്ചു. ബാക്കിയുള്ള ബാങ്കുകളൊക്കെ 24% സെറ്റിൽ ചെയ്യും. KFC സെറ്റ് ചെയ്യാൻ വിസമ്മതിച്ചു. ഇപ്പോൾ 52% തരാമെന്നാണ് പറയുന്നതെന്ന് ഞാൻ അറിയുന്നു. അതും പോരാ, മുഴുവൻ പണവും തിരിച്ചു തന്നെ എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ നെഗോഷിയേഷൻസ് നടക്കുകയാണ്. 2018 നിക്ഷേപം നടത്തുന്നു, 2018-ലും 2019-ലും ഈ നിക്ഷേപം നടത്തിയ കമ്പനിയുടെ പേര് മറച്ചു വെച്ചു വാർഷിക റിപ്പോർട്ടിൽ. അതും ആരോപണമാണ് പ്രതിപക്ഷത്തിന്റെ. ഇതൊക്കെ മറച്ചു വെക്കാൻ ഇവിടെ ആരോട് മറച്ചു വെക്കാൻ? ടെൻഡർ വിളിച്ചാണ് നിക്ഷേപം നടത്തുന്നത്. ഈ ആക്ഷേപം പറയുന്ന ഡയറക്ടർ ബോർഡ് ഉണ്ടല്ലോ, അവര് ചുമതലയേക്കുമ്പോൾ 2,000 കോടിയിൽ താഴെയായിരുന്നു KFCയുടെ വിൽപ്പന, വായ്പ കൊടുക്കുന്നു. അത് 4,000-ൽ പരം കോടി രൂപയായിട്ട് വർദ്ധിച്ചു. അവര് വാണിജ്യാടിസ്ഥാനത്തിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അനിൽ അംബാനിയുടെ റിലയൻസിൽ പണം നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പാണ് നടന്നത് എന്നുള്ള വി.ഡി. സതീശന്റെ ആരോപണം തള്ളുകയാണ് മുൻ ധനമന്ത്രി കൂടിയായുള്ള തോമസ് ഐസക്. ടെൻഡർ വിളിച്ചാണ് നടപടിക്രമങ്ങൾ നടന്നത്. അതിനുള്ള നെഗോഷിയേഷൻസ്, പണം തിരികെ കിട്ടാനുള്ള നെഗോഷിയേഷൻസ് നടക്കുകയാണ് എന്നും തോമസ് ഐസക് മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയായിരുന്നു.